ആശ്രവാസ്തുവിലേക്ക് സ്വാഗതം. കന്നി രാശിക്കാരുടെ 2026 സമ്പൂർണ്ണ വർഷഫലത്തെക്കുറിച്ചാണ് ഇന്ന് ഞാൻ സംസാരിക്കുന്നത്. കന്നിരാശി ഉത്തരമുക്കാൽ, അത്തം, ചിത്തിരയര എന്നീ നക്ഷത്രങ്ങൾ ചേർന്നതാണ് കന്നിരാശി. 2026 പ്രമുഖ ഗ്രഹങ്ങളായ സർവേശ്വരകാരകനായ വ്യാഴം കന്നിരാശിയുടെ 10, 11 ഭാവങ്ങളിലൂടെയാണ് സഞ്ചരിക്കുന്നത്. ശനി കളത്ര ഭാവത്തിലും രാഹു 6-ാം ഭാവത്തിലും കേതു 12-ാം ഭാവത്തിലുമാണ് 2026 ജനുവരി മുതൽ 2027 ജനുവരി വരെ സഞ്ചരിക്കുന്നത്. വർഷത്തിൻ്റെ ആദ്യ പകുതിയിൽ വ്യാഴം കർമ്മഭാവത്തിലൂടെയാണ് സഞ്ചരിക്കുന്നത്. ചാരവശാൽ വ്യാഴം 10-ാം ഭാവത്തിൽ സഞ്ചരിക്കുന്ന സമയം അത്ര മെച്ചമായ അനുഭവങ്ങളല്ല നൽകുന്നത്. ഈ സമയത്ത് കർമ്മരംഗത്തെ അധികാരികളുടെ അപ്രീതി ഉണ്ടാകാം, സ്ഥാനഭ്രംശമുണ്ടാകാം, അപമാനവും ആലസ്യവും ഉണ്ടാകാം. ഇവയെല്ലാം ശ്രദ്ധിക്കണം. എന്നാൽ നിങ്ങളുടെ ജാതകത്തിൽ വ്യാഴം ബലവാനാണെങ്കിൽ ഗുണഫലങ്ങൾ വർദ്ധിക്കും. 2026 ജൂൺ 2 ശേഷം വ്യാഴം നിങ്ങളുടെ 11-ാം ഭാവത്തിലേക്ക് രാശി മാറുമ്പോൾ സർവ്വ ഐശ്വര്യങ്ങളും നിങ്ങൾക്ക് ലഭിക്കുന്നു. സർവകാര്യസിദ്ധി ഉണ്ടാകുന്നു. ഏത് പ്രവർത്തനങ്ങൾ ചെയ്താലും അവയ്ക്കെല്ലാം നല്ല അഭിപ്രായങ്ങളും പ്രശംസയും ലഭിക്കും. ഔദ്യോഗിക പദവികൾ വർദ്ധിക്കും. അപ്രതീക്ഷിതമായി വരുമാനം വർദ്ധിക്കും. വ്യാപാര വിജയമുണ്ടാകും. സന്താന സുഖം ലഭിക്കും. വിവാഹം നടക്കാതിരുന്നവർക്ക് വിവാഹം നടക്കും. പ്രവർത്തനങ്ങളിൽ നിന്ന് ലാഭം വർദ്ധിക്കും. ആരോഗ്യപുഷ്ടി ഉണ്ടാകും. വിദ്യാർത്ഥികൾക്കും പഠനത്തിൽ ഉയർച്ചയും അംഗീകാരങ്ങളും ലഭിക്കും. ബിസിനസ്സുകാർക്ക് ബിസിനസ് വിപുലീകരിക്കാൻ പറ്റിയ സമയമാണ്. ശത്രുക്കളുടെ നാശം, പുതിയ സ്ഥാനമാന ലാഭം, സന്താനലബ്ധി ഇവ ഈ സമയത്ത് പ്രതീക്ഷിക്കാം. ശനി കളത്ര ഭാവത്തിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഇത് കണ്ടകശനിയെ സൂചിപ്പിക്കുന്നു. ഇത് ശാരീരികവും മാനസികവും കുടുംബപരവുമായ പ്രയാസങ്ങൾ 2026 ജൂൺ 2 വരെ കൂടുതലായി ഉണ്ടാക്കിക്കൊണ്ടിരിക്കും. ജൂൺ 2 ശേഷം 11-ാം ഭാവത്തിൽ ഉച്ചനായി സ്ഥിതി ചെയ്യുന്ന വ്യാഴത്തിൻ്റെ ദൃഷ്ടി ശനിക്ക് ലഭിക്കുകയും ശനിദോഷത്തിന് കുറവ് വരികയും ചെയ്യുന്നു. 6-ാം ഭാവത്തിൽ സ്ഥിതി ചെയ്യുന്ന രാഹു ശത്രുവിജയം നൽകുന്നു. ശത്രുക്കളെ കൊണ്ടുള്ള എല്ലാ ശല്യങ്ങളും ഇല്ലാതാകുന്നു. വലിയ രോഗങ്ങൾക്ക് അടിമപ്പെട്ടിരുന്നവർക്ക് പോലും രോഗത്തിൽ നിന്ന് ശമനം ഉണ്ടാകുന്നു. ഗ്രഹം ഇല്ലാതിരുന്നവർക്ക് ഗ്രഹഭാഗ്യവും വാഹനഭാഗ്യവും ലഭിക്കുന്നു. ധനവരവ് വർദ്ധിക്കുന്നു. കുടുംബസുഖവും സ്ത്രീസുഖവും ലഭിക്കുന്നു. 12-ാം ഭാവത്തിൽ സ്ഥിതി ചെയ്യുന്ന കേതു വിദേശവാസത്തെ സൂചിപ്പിക്കുന്നു. എന്നാൽ ധനച്ചിലവുകളും അസുഖങ്ങളും ആശുപത്രിവാസവും ഈ സമയത്ത് ഉണ്ടാകാം. രോഗം വന്നാൽ ഉടൻ തന്നെ ചികിത്സിപ്പിക്കണം. സർവേശ്വരകാരകനായ വ്യാഴത്തിൻ്റെ 11-ാം ഭാവത്തിലെ സ്ഥിതി കേതുവിൻ്റെ പ്രവർത്തനങ്ങളെ നിഷ്പ്രഭമാക്കും. അങ്ങനെ 2026 2-ാം പകുതിയായിരിക്കും നിങ്ങൾക്ക് ഏറ്റവും ശ്രേഷ്ഠകരമായ സമയം. വർഷത്തിൻ്റെ ആദ്യ പകുതിയിൽ ചിലവുകളും 2-ാം പകുതിയിൽ വരവുകളും വർദ്ധിക്കും. വർഷം മുഴുവൻ സന്തോഷപ്രദമാക്കാൻ ക്ഷേത്ര ദർശനം നടത്തുക. ഭഗവാനെ പ്രീതിപ്പെടുത്തുക. വിഷ്ണു ക്ഷേത്രം, ശാസ്താക്ഷേത്രം, ശിവക്ഷേത്രം, ഗണപതി ക്ഷേത്രം എന്നിവിടങ്ങളിൽ ദർശനം നടത്തി ഇഷ്ട വഴിപാടുകളും നടത്തുക. ശനിയാഴ്ച ശാസ്താവിന് നീരാഞ്ജനം നടത്താൻ മറക്കരുത്. എല്ലാവർക്കും നന്മകൾ നേർന്നുകൊണ്ട് നിർത്തുന്നു. ഇനി അടുത്ത വീഡിയോയുമായി വരാം. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. സംശയങ്ങൾക്ക് വാട്സപ്പ് നമ്പറിൽ ബന്ധപ്പെടുക.